എൻ്റെ അച്ഛൻ ഡിമെൻഷ്യ ഉള്ളൊരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ എൻ്റെ അമ്മ എത്രത്തോളം ഈ അച്ഛൻ്റെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒറ്റയ്ക്ക്, പ്രത്യേകിച്ച് രണ്ടുപേരും പ്രായമായവരാകുമ്പോൾ കെയർ ഗിവിങ് ഭയങ്കര പ്രയാസമാവും. ആളുകളിൽ കുറവാണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ആളുകൾ വളരെ കുറവാണ് പ്രായമുള്ളവരെ നോക്കാൻ. അങ്ങനെ ആ ഒരു നീഡിൽ നിന്നാണ് എനിക്ക് പ്രേരണ തുടങ്ങാൻ ഉള്ളൊരു ഇൻസ്പിറേഷൻ വന്നത്. മാമിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ പ്രായമായവർ നേരിടുന്ന കോമൺ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? മെൻ്റലും ഫിസിക്കൽ ഹെൽത്തും രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് നന്നായിരിക്കുമ്പോഴും മെൻ്റൽ ഹെൽത്ത്, വൈസ് വേഴ്സ. ഇപ്പോൾ ഈ ഓൾഡ് ഏജിലൂടെ കടന്നു പോകുന്നവർക്ക് അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് മാമിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കേരളത്തിലെ മെജോറിറ്റി യങ്സ്റ്റേഴ്സ് എന്നെല്ലാവരും പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു വിഷയം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു മൈഗ്രേഷൻ മൂലം നമ്മുടെ കേരളത്തിൽ ഒരുപാട് വീടുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയും വൃദ്ധരായ മാതാപിതാക്കളുടെ എണ്ണം ഒരുപാട് കൂടി വരികയാണ്. ഇവർക്കൊരു കൈത്താങ്ങാവേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ വിഷയമാണ് നമ്മളിന്ന് ഹെൽത്ത് പ്ലസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് പ്രേരണ ബൈ താരയുടെ ഫൗണ്ടറായ താര അനിത മാത്യു ആണ്. വെൽക്കം മാം. താങ്ക് യു. മാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഈ സൈക്കോളജിയിലും കൗൺസിലിങ്ങിലും സ്പെഷ്യലൈസ് ചെയ്യാൻ മാമിനെ ഇൻസ്പയർ ചെയ്ത എന്താണ് ഫാക്ടർ എന്നൊന്ന് പറയാമോ? ഞാൻ സ്കൂളിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് BCom ആയിരുന്നു എടുത്തിരുന്നത്. BCom വരെ ഞാൻ പഠിക്കുമ്പോൾ ഒരു ഇതില്ലാതെ ഒരു ഒഴുക്കിൽ അങ്ങ് പോയി. കോമേഴ്സ് കഴിഞ്ഞ് എല്ലാ കുട്ടികളും BCom എടുക്കുന്നല്ലോ. പക്ഷേ BComൻ്റെ ലാസ്റ്റ് ഇയർ ആയപ്പോഴാണ് എനിക്ക് ഈ ബാക്കി എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രശ്നങ്ങളായിട്ടൊക്കെ വരുമ്പോൾ അവരോട് സംസാരിക്കാനുള്ളൊരു സ്കില്ല്, അവർ പറയണത് കേൾക്കാനും അതിനുശേഷം അവർ പറയണേ കേട്ടിട്ടുണ്ട്, താരോട് സംസാരിച്ചതിന് ശേഷം കുറച്ച് റിലീഫ് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഒരു കൗൺസിലിംഗ് അപ്രോച്ച് എന്നുള്ളൊരു ഫീൽഡിലേക്ക് എനിക്കൊരു ചിന്ത വന്ന് ഞാൻ MSW എടുക്കാനിടയായി. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം വിവാഹം നടന്നുകൊണ്ട് MSW ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം കുവൈറ്റിലേക്ക് കടന്നുപോയി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എനിക്കൊരാഗ്രഹം തോന്നി ഈ ഒരു ഫീൽഡിലേക്ക് കൂടുതൽ പഠിക്കണം. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് സോഷ്യൽ വർക്ക് മാസ്റ്റേഴ്സ് ഡിപ്ലോമ ഇൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് ആൻഡ് കൗൺസിലിംഗ് രാജഗിരി കോളേജിൽ നിന്നും, പിന്നെ അതിന് ശേഷം MA സൈക്കോളജി ഇഗ്നൂന്ന് എടുക്കാൻ ഇടയായി. സോ ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എനിക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ആളുകളുമായിട്ട് ഇടപെടുമ്പം സംസാരിക്കുമ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഈ ഫീൽഡിലേക്ക് കടന്നു വന്നത്. ഇപ്പം ഇതിൽ തന്നെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കും കാരണം? പേഴ്സണലി സംസാരിക്കാൻ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ് നാട്ടിൽ താമസിക്കുന്നത്. എൻ്റെ അച്ഛൻ ഡിമെൻഷ്യ ഉള്ളൊരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ എൻ്റെ അമ്മ എത്രത്തോളം ഈ അച്ഛൻ്റെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒറ്റയ്ക്ക്, പ്രത്യേകിച്ച് രണ്ടുപേരും പ്രായമായവരാകുമ്പോൾ കെയർ ഗിവിങ് ഭയങ്കര പ്രയാസമാവും. വേറെ യങ്ങർ ജനറേഷൻ ആരും കൂടെ ഇല്ലാത്തപ്പം അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാനിടയായി ദ നീഡ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഒരുപാട് പ്രായമുള്ളവരും യങ്ങർ ജനറേഷനെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോകുന്ന ഒരു അവസ്ഥയായതുകൊണ്ടും ആളുകളിൽ കുറവാണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ആളുകൾ വളരെ കുറവാണ് പ്രായമുള്ളവരെ നോക്കാൻ. അങ്ങനെ ആ ഒരു നീഡിൽ നിന്നാണ് എനിക്ക് പ്രേരണ തുടങ്ങാൻ ഉള്ളൊരു ഇൻസ്പിറേഷൻ വന്നത്. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ പ്രേരണ എന്നൊന്ന് പറഞ്ഞാൽ? പ്രേരണ എന്നുള്ള ഈ സംരംഭം പ്രായമുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലി തുടങ്ങിയ ഒരു വെഞ്ചറാണ്. ബേസിക്കലി അവരുടെ ഒരു നീഡ്സ്, നമ്മൾ ഈ ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റമാർട്ട് എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് നോട്ട് 24 അറൗണ്ട് ക്ലോക്ക് സർവീസസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഇമീഡിയറ്റ് ഒരു നീഡ് അസിസ്റ്റൻസ് സപ്പോർട്ട് സർവീസസ് അതെന്തും ആകാം. പ്രോബ്ലി അവർക്ക് ഹോസ്പിറ്റലിൽ കൂടെ പോകുന്നതാകാം, അവർക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, നമ്മുടെ പ്രായമുള്ളവർക്കൊന്നും അധികം ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടും സോഷ്യൽ മീഡിയ അല്ലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാനുള്ള പ്രയാസം. സോ അത് ഹാൻഡിൽ ചെയ്യാൻ, അത് യൂസ് ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവർക്ക് ലെഷർ ട്രിപ്സ്, ഒരുപാട് പേർക്ക് അമ്പലങ്ങളാവാം, പള്ളികളാവാം, അല്ല വെറുതെ ഒരു മോളിലേക്ക് പോകാനായിരിക്കും, ബോട്ടിംഗ് ആവാം. അത് ആളുകൾ കൂടെ കൊണ്ടുപോകാൻ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് അവർ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സർവീസസ്, അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് അവർ നമ്മളോട് പറയുകയും അതനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് പ്രേരണ. കേരളത്തിൽ ഇപ്പോൾ ഓൾഡ് ഏജ് പോപ്പുലേഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാം കരുതുന്ന എന്താണ് ഇതിനൊരു ഫാക്ടർ, അല്ലെങ്കിൽ ഇതിന് റീസൺ എന്തായിരിക്കും? മൈഗ്രേറ്റ് ചെയ്യാൻ ഐ തിങ്ക് ബെറ്റർ പ്രോസ്പെക്ട്സ്, ഇപ്പം കുഞ്ഞുങ്ങളുടെ പഠിത്തം അല്ലെങ്കിൽ നല്ല വർക്കിംഗ് എൻവയൺമെൻറ്റ്, അതിന് കിട്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം പുറത്താണ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ബ്രെയിൻ ഡ്രെയിൻ, നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ ആ ഒരു ബെറ്റർ പ്രോസ്പെക്ട്സും തേടി
യൂറോപ്പും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. മാമിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ പ്രായമായവർ നേരിടുന്ന കോമൺ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? അധികവും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു ഐസൊലേഷൻ, ഒരു ലോൺലിനെസ് ഒക്കെയാണ് അവർ. അതിനോടൊപ്പം ഈ ഐസൊലേഷനും ലോൺലിനെസ് കൂടി വരുമ്പം ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ മെൻ്റൽ അസുഖങ്ങളെ, അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കുറവാണ് ഒറ്റയ്ക്കായതുകൊണ്ട്. ഫിസിക്കൽ ഇഷ്യൂസും മെൻ്റൽ ഇഷ്യൂസും എല്ലാം കൂടെ കൂടുമ്പം അവർ എപ്പോഴും ഏകാന്തതയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഡിപ്രഷനും ആങ്സൈറ്റിയും അനുഭവപ്പെടുന്നുണ്ട്. സോഷ്യൽ ആൻഡ് ഫാമിലി ഡൈനാമിക്സ് പ്രായമായവരുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും എന്നാണ് മാം കരുതുന്നത്? ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടൊക്കെ കുറേ കൂടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു. ഇപ്പം അതെല്ലാം കുറഞ്ഞ് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്കായി. ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ യങ്ങർ ജനറേഷൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പുറത്തോട്ട് ബെറ്റർ പ്രോസ്പെക്ട്സിന് പോകുന്നുണ്ട്. ഈ പ്രായമായ അച്ഛനും അമ്മയും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. അപ്പം ഈ ഒരു ചേഞ്ച് ഇൻ ട്രാൻസിഷൻ ഫ്രം ജോയിൻറ്റ് ഫാമിലി ടു ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ഫ്രം ദെയർ ആളുകൾ പുറത്തോട്ട് പോകുന്നതുമായിട്ട് ആ ഒരു എൻറ്റയർ ട്രാൻസിഷൻ പ്രായമായവരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഏകാന്തത, ലോൺലിനെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ ഇത് മെൻ്റലായിട്ടുള്ള അവരുടെ ഒരു വെൽബീയിങ്ങിനെ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഈ ഓൾഡ് ഏജിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്? മെൻ്റലും ഫിസിക്കൽ ഹെൽത്തും രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് നന്നായിരിക്കുമ്പോഴും മെൻ്റൽ ഹെൽത്ത്, വൈസ് വേഴ്സ. അതായത് ഇപ്പം ഡയബറ്റീസ് അല്ലെ ഹാർട്ട് പ്രോബ്ലംസ് അങ്ങനെയുള്ള ആളുകൾക്ക് ടെൻഷൻ കൂടാനും ഫെറ്റീഗ് കൂടാനും, അതായത് അവരുടെ മെൻ്റലായിട്ടുള്ളൊരു വെൽബീയിങ് കുറയുകയും, എന്നാൽ വൈസ് വേഴ്സ മെൻ്റലായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അല്ലെ ആങ്സൈറ്റി ഉള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് അവരുടെ ഫിസിക്കൽ ഒരു ഡിക്ലൈൻ കാണാം. ഫിസിക്കൽ എബിലിറ്റീസിൽ, അതായത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സോ ഇറ്റ്സ് ബോത്ത് ഫിസിക്കൽ ഒരു ഇതിൽ ഉണ്ടാവുന്നത് മെൻ്റലി നമ്മളെ രണ്ടും കണക്റ്റഡ് ആണ്. ഇപ്പം മാം പറഞ്ഞതുപോലെ ഹൃദ്രോഗം പോലെയുള്ള ക്രോണിക് ഇൽനെസ് ഈ പ്രായമായവരിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി പോലെയുള്ള മെൻ്റൽ ഇഷ്യൂസിന് കാരണമാകുന്നു. ഉറപ്പായിട്ടും നമ്മുടെ ഒരു ഹാർട്ട് പ്രോബ്ലംസ് ഉള്ള ആൾ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർ, അവർക്ക് അവരുടെ ദൈനംദിനം, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയാതെ വരുന്നതും അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനോടൊപ്പം അവരുടെ മെൻ്റൽ ഹെൽത്തിനെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അവരുടെ ഒരു വെൽബീയിങ്ങിനെ, അതായത് ഇപ്പം നടക്കാൻ ബുദ്ധിമുട്ട്, കിതപ്പ് അനുഭവപ്പെടുന്നു. ഇത് അവരെ ഒരു നടക്കാൻ അല്ലെ വേറെ റിലേഷൻഷിപ്സ്, ആളുകളായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതോട് അവരെ ഡിപ്രഷനിലേക്കും ലോൺലിനെസ്സിലേക്കും ചേർക്കുന്നു. ഇപ്പോൾ ഈ ഓൾഡ് ഏജിലൂടെ കടന്നു പോകുന്നവർക്ക് അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് മാമിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എക്സസൈസ് ആദ്യം പറയും. എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒരു സിമ്പിൾ വർക്കൗട്ട് റൂട്ടീൻ ചെയ്യാം. നല്ല ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. 7 to 8 hours മിനിമം ഉറക്കം, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ ചെയ്താൽ ഒരു ലൈഫ് സ്റ്റൈലിന് അവർക്കൊരു അത്യാവശ്യം ഒരു ഡീസൻറ്റ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ റിട്ടയർഡ് ലൈഫ് ഫോളോ ചെയ്യുന്നവർക്ക് അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ലൈഫിൽ ഇനി വേറെ പർപ്പസ് ഒന്നും ഇല്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഇമോഷണലായിട്ടുള്ളൊരു ഇത് വരുമ്പം നോർമലായിട്ട് നമ്മൾ ആ തോട്ട്സിനെ ഡൈവേർട്ട് ചെയ്യാൻ എൻഗേജ് ആയിട്ടിരിക്കുക. അതായത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരൊരു കമ്മ്യൂണിറ്റിയിൽ അവരെ ചേർക്കുക. അങ്ങനെ കുറച്ച് സോഷ്യലൈസേഷനിലും കുറച്ച് ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ് ആയിട്ട് ഇരുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ തരണം ചെയ്യാൻ. സോ അവരെ ഏത് നേരം പറ്റില്ലെങ്കിലും ആസ് മച്ച് ആസ് പോസിബിൾ അവരെ എന്തെങ്കിലും അവരുടെ ഒരു പിയർ ഗ്രൂപ്പ് പോലെ, അവരുടെ പ്രായമായ ഒരു കമ്മ്യൂണിറ്റി, അത് അവർ താമസിക്കുന്ന ഇടങ്ങളിലാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ സ്കിൽ പിയേഴ്സിലാവാം, എവിടെയായാലും അവരെ അതിൽ എൻഗേജ് ആയിട്ട് കൊണ്ടുപോകുന്നത് കുറേയൊക്കെ സഹായിക്കും അവരെ ഈ ഒരു ഇമോഷൻസിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ. ഇപ്പം ഇവർക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിമെൻഷ്യ, ഇത് നമ്മുടെ കൂടെ ജീവിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത് മുൻകൂട്ടി അറിയാൻ പറ്റുമോ? ഏർലി ഓൺസെറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഡിപ്രഷൻ്റെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഫോർ എ ടൈം ഒരു സമയത്തേക്ക് അവർ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭക്ഷണം ആപ്പറ്റൈറ്റ് കുറയുക, ഉറക്കമില്ലായ്മ, പിന്നെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ചെയ്യാൻ താല്പര്യം കുറയുക, ഒരു എനർജി ലെവലിൽ ഒരു ഡിപ്പ്, ഇതൊക്കെയാണ് ഒരു പൊതുവേ കുറച്ച് സിംറ്റംസ് നമുക്ക് ഡിപ്രഷൻ്റെ ഒരു ഓൺസെറ്റ് എന്ന് പറയാൻ. അതൊരു ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ആളെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ സീക്ക് ചെയ്യണം, പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഡിമെൻഷ്യ അതുപോലെ തന്നെ
പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കാൻ കഴിയാത്ത, അതായത് പെട്ടെന്നൊരു മെമ്മറി ലോസ്, പിന്നെ വാക്കുകൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ ഒരു തപ്പൽ, സ്ഥലം അല്ലെ സമയം, ഇന്ന് ഈ ആഴ്ചയിൽ ഇന്ന് എന്താ തീയതി അല്ലെ ഇന്നെന്താ ദിവസം, അങ്ങനെ ഒരു പെട്ടെന്നൊരു തപ്പൽ അതൊക്കെയാണ് ഒരു ഡിമെൻഷ്യയുടെ ഒരു ഏർലി ചെറിയ സയൻസ്. നമുക്ക് ഫാമിലിയിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ടെക്നിക്കലായിട്ടുള്ള നോളജ് ഇല്ലെങ്കിലും ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ തുടർച്ചയായിട്ട് കാണുമ്പോൾ അതിനകത്ത് ഒരു പിന്നെ ഒരു അനാലിസിസ് ചെയ്യാൻ, ഒരു അസസ്മെൻറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഈ പ്രായമായവർ നമ്മൾ നോക്കുക, ഒരു സമയം കഴിയുമ്പോൾ മിക്കവരും അവർ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇവരിത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത് ഇവരുടെ വെൽബീയിങ്ങിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും? മനസ്സിലായി. ഉറപ്പായിട്ടും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രായമായവർക്ക് ചെറുപ്പക്കാരെ പോലെ അല്ലെ, കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, കുഞ്ഞിലെ അവർക്ക് ഒരു കാര്യം തന്നെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അച്ചീവ്മെൻറ്റ്, സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഉള്ള പോലെ തന്നെ പ്രായമായവരിലും അത് ഭയങ്കര ഹൈ ആണ്. കാരണം അവർ പ്രായമാവും തോറും അവരുടെ യൂസ് കുറവാണെന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവരെക്കുറിച്ച്. പക്ഷേ ആ സമയത്തും അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം തനിയെ നടക്കാം, കുളിക്കാം, അവരുടെ സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, ഡെയിലി ആക്ടിവിറ്റീസ് തനിയെ ചെയ്യാവുന്ന അവർക്ക് ആ ഒരു ചിന്ത അവരുടെ സെൽഫ് എസ്റ്റീമിനെയും ക്വാളിറ്റി ഓഫ് ലൈഫിനെയും നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇവർ ഭയങ്കരമായിട്ട് സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ഐസൊലേഷൻ ഇവരുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുമായിരിക്കും? യൂഷ്വലി നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ മെൻ്റലി ആക്റ്റീവാണ്, റിലേഷൻഷിപ്സ് ഒരുപാട് കൂടുതലാണ്. റിട്ടയർമെൻറ്റിന് ശേഷം ഇതിലൊരു ഡിക്ലൈൻ സാധാരണ നടക്കാറുണ്ട്. കാരണം പഴയതുപോലെ ജോലിക്ക് പോകുന്നില്ല, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയണു, മെൻ്റലി അതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ മെൻ്റലി നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നു. അതോടൊപ്പം റിലേഷൻഷിപ്സ് കുറയാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സമയങ്ങളിൽ വീണ്ടും പഴയതുപോലെ തന്നെ ആ കണക്ഷൻ, സോഷ്യൽ നെറ്റ്വർക്കും സോഷ്യലൈസേഷൻ ബാക്കിയുള്ള ആളുകളായിട്ട്, അത് ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആവാം, ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിന് വളരെയധികം സഹായിക്കും. ഈ പ്രായമായവർക്ക് ഈ കൗൺസിലിംഗ് കൊടുക്കുക അല്ലെങ്കിൽ തെറാപ്പി അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇവരുടെ ലൈഫിനെ മുന്നോട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി? എല്ലാ ഇൻഡിവിജ്വൽസിനുള്ള പോലെ തന്നെ പ്രായമുള്ളവരിലും കൗൺസിലിങ്ങും തെറപ്പിയും വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം അവർക്കൊരു മെൻ്റൽ ഹെൽത്ത് കൺസേൺ ഉണ്ടെന്ന് അവർ സംസാരത്തിൽ കൂടെ ഒരു തെറപ്പിസ്റ്റിന് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതിന് എന്തൊക്കെ കോപ്പിംഗ് സ്കിൽസ്, അതായത് ഇപ്പം നിങ്ങൾ ഡെയിലി ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ഒരുപാട് കോപ്പിംഗ് സ്കിൽസ് പറയുന്നതിനോടൊപ്പം അവർക്കത് അവരുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാനും ആ വഴി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റും. സോ ഐ തിങ്ക് കൗൺസിലിങ്ങും തെറപ്പിയും ചെയ്യാൻ സാധിക്കുന്ന പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അത് ചെയ്താൽ അവർക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും അത്. ഇപ്പോൾ ഇവരുമായി പ്രവർത്തിക്കുമ്പോൾ മാം ഉപയോഗിക്കുന്ന കൗൺസിലിംഗ് അപ്രോച്ചസ് എന്തൊക്കെയാണ്? യൂഷ്വലി നമുക്ക് CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി. അതായത് അവരുടെ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺസ്, നമുക്ക് പ്രായമായവരിൽ കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നൈരാശ്യം. അതായത് ഒന്നും പറ്റിയില്ല, അല്ലെ ജീവിതമൊക്കെ കഴിയാറായി, ഇനിയിപ്പോൾ എന്തിന് ഞങ്ങൾ, അങ്ങനത്തെ കുറേ ഇമോഷൻസൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് കാണാം. അപ്പം കൂടുതലും അവരുടെ ആ നെഗറ്റീവ് ഇമോഷൻസിനെ ടാക്കിൾ ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് CBT. പിന്നെ ചിലർക്ക് മ്യൂസിക് ഇഷ്ടമാണ്, ആർട്ട് തെറപ്പി എന്ന് പറയും, മ്യൂസിക് അല്ലെ ഡാൻസ്, അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ അതിലേക്കൂടെ അവരുടെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ആണ്, അവർക്ക് അത് ഫ്രീ ആയിട്ട് അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇൻ്റർപേഴ്സണൽ തെറപ്പി, അതായത് അവർ സംസാരിക്കുന്നു, നമ്മളവരെ കേൾക്കുന്നു, നോർമൽ ഒരു തെറപ്പി സെഷൻ. അതായത് അധികം ആളുകൾക്ക് അവർ പറയുന്നത് കേൾക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ്, അവരോട് സംസാരിക്കാൻ ആരുമില്ല, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ആരുമില്ല. സോ അതിനുള്ളൊരു ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഇൻ്റർപേഴ്സണൽ തെറപ്പി. സോ അവരോട് സംസാരിക്കുക, അവർ പറയണത് കേൾക്കുന്നു, അവർ പറയണത് കേൾക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു, അവർ എങ്ങനെയാണ് അവർ അതുപോലെ തന്നെ എടുക്കുന്നതിലാണ്. ഇങ്ങനത്തെ ചെറിയ ടൂൾസാണ് നമ്മൾ പ്രായമുള്ളവരിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവരുടെ പ്രായമായവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എങ്ങനെ ഈ സോഷ്യൽ വർക്കേഴ്സിനും അല്ലെങ്കിൽ കൗൺസിലേഴ്സിനും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും? സോഷ്യൽ വർക്കേഴ്സിനും കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റുകൾക്ക് ഒരു ഹോളിസ്റ്റിക്, അതായത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം പോലെ നമുക്ക് എപ്പോഴും ഫോം ചെയ്താൽ, അതായത് സോഷ്യൽ വർക്കേഴ്സിന് അവരുടെ ഒരു പ്ലാൻ, ഒരു എന്തായിരിക്കും അവരുടെ റിക്വയർമെൻറ്റ്സ്, അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ സ്ട്രെങ്ത്സ് എന്താണ്, അവരുടെ ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയൊക്കെ നോക്കി ഒരു പ്ലാൻ ഉണ്ടാക്കാൻ സോഷ്യൽ വർക്കറിന് കഴിയുമെങ്കിൽ, അതേ സെയിം സമയത്ത് ഈ സൈക്കോളജിസ്റ്റുകൾക്ക് അവരുടെ ഒരു ഇമോഷണൽ വെൽബീയിങ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ വെൽബീയിങ് എങ്ങനെയാണ്, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ, അതിനെ എങ്ങനെ കോപ്പിംഗ് മെക്കാനിസംസ് ചെയ്യാം എന്നതിന്, അപ്പോൾ അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പ്രായമായവർക്ക് ഒരു എന്താ പറയുക, ഓവറോൾ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് സോഷ്യൽ വർക്കേഴ്സിനും സൈക്കോളജിസ്റ്റുകൾക്കും ഒരുമിച്ച് വർക്ക് ചെയ്താൽ അതിന് സാധ്യമാകുന്ന
തോന്നി. ഫാമിലിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫാമിലി ബേസിക്കലി സമയം സ്പെൻഡ് ചെയ്യുക. അവർ ഈ നേരത്തെ പറഞ്ഞ പോലെ അവർ പറയുന്നത് കേൾക്കാൻ, അവരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ, അവരെ കുറച്ച് ലെഷർ ട്രിപ്സിന് ഇതുപോലെ നടക്കാനോ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് എന്താണെങ്കിലും അവർക്കാവുന്ന പോലെ ഈ പ്രായമുള്ള വ്യക്തിക്ക് ആവുന്ന ആ ഒരു പരിമിതിക്കുള്ളിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവർക്കൊരു സേഫ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഉറങ്ങാനുള്ള സമയമാകുമ്പോൾ ബഹളമൊന്നും കൂടാതെ അവർക്ക് ഒരു 7 to 8 hours ഓഫ് മച്ച് റെസ്റ്റ്, ഒരു പീസ്ഫുൾ റെസ്റ്റ് കിട്ടുന്നൊരു സാഹചര്യം കൊടുക്കുക, ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആക്കുക, കൂടെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുക. അതാണ് മെയിൻ ടൈം. അവർക്ക് ഈ ഒരു സമയം ആരുമില്ല, അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ ആർക്കും ഇല്ല എന്നുള്ളതും അവർ യൂസ്ഫുൾ അല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പം അവർ ഇപ്പോഴും അവർ പണ്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരിപ്പോഴും. അതിനകത്തൊരു ഇതും സംഭവിച്ചിട്ടില്ല. അവരെ റെസ്പെക്റ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് പ്രായമുള്ളവർക്ക് ആസ് ഫാമിലി മെമ്പേഴ്സ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ഈ സൊസൈറ്റിക്കും അല്ലെങ്കിൽ ലോക്കൽ ഓർഗനൈസേഷൻസും എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുപോലെ തന്നെ പ്രായമായവർക്ക് വേണ്ടി അവർക്ക് ടീമപ്പ് ചെയ്ത് അവർക്ക് ഔട്ടിങ്സ്, ലെഷർ ട്രിപ്സ് അങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള, പിന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും സപ്പോർട്ട് എയ്ഡ് എന്തെങ്കിലും അങ്ങനെ അവരുടെ ഒരു ജീവിത രീതിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോക്കൽ ഓർഗനൈസേഷൻസിന് ഇപ്പം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറവ്, അതായത് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് കുറവായ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് എയ്ഡ് കൊടുത്ത് അവരുടെ ജീവിത രീതി നന്നാക്കാൻ സഹായിക്കാൻ പറ്റും മറ്റ് ഓർഗനൈസേഷൻസിന്. ഇപ്പോൾ ഈ പ്രായമായവർ തന്നെ അവർ ചെറുപ്പക്കാരുമായിട്ട് അവർ കൂടുതൽ ഇൻട്രാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള പ്രായത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ചെറുമക്കളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുമായിട്ട് കമ്പനി കീപ്പ് ചെയ്യുന്നത് അവരുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിന് എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും? ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ നമ്മുടെ കൊച്ചുമക്കളൊക്കെ പ്രായമുള്ള മുത്തശ്ശിയായിട്ട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും അവർക്കൊരു കണക്ഷൻ, അവിടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നതിനോട് അവരുടെ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നും ആ ഒരു ബോണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യങ്ങർ ജനറേഷനും പ്രായമായ ജനറേഷൻ്റെ ആ ഒരു റിലേഷൻഷിപ്പും ബോണ്ടിങ് ഈ പ്രായമായവരുടെ ആരോഗ്യത്തിനെ അത് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ പ്രായമായവരുടെ പരിചരിക്കുക അല്ലെങ്കിൽ വാർദ്ധക്യത്തെക്കുറിച്ചൊക്കെ ആൾക്കാരുടെ പെർസെപ്ഷനിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം മാം നോക്കുമ്പം ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റം വരുന്നതായിട്ടാണ് മാമിന് ഫീൽ ചെയ്തിട്ടുള്ളത്? പണ്ട് നമുക്ക് ഈ ഒരുപാട് ഓൾഡ് ഏജ് ഹോംസും എന്താ അസിസ്റ്റഡ് ലിവിങ് ഹോംസും ഇപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നും പ്രായമായവർക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ നമ്മൾ എവിടെ ചെന്ന് ഇപ്പോൾ ഒരു ട്രിപ്പിന് പോയാലും ഒരു വെക്കേഷന് പോയാലും അവനവൻ്റെ വീട്ടിൽ തിരിച്ച് വരുന്ന ഒരു കംഫർട്ട് എല്ലാവർക്കും ഒരുപോലെയാണ്. സോ അവരവരുടെ വീടുകളിൽ തന്നെ അവരുടെ കംഫർട്ട് സോണിൽ തന്നെ അവരെ അസിസ്റ്റ് ചെയ്യാനുള്ള സർവീസസ് കൊടുക്കാനുള്ള ഒരുപാട് എനിക്ക് തോന്നുന്നു ഓർഗനൈസേഷൻസും വെഞ്ചേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് യോഗ ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ്സസ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പം ഈ ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസും എല്ലാം ഇവരുടെ വെൽബീയിങ്ങിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്? എനിക്കൊന്ന് ഈ യാത്രയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, അതായത് ഇപ്പം ഒരു തെറപ്പി സെഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്യാൻ ഇൻ പേഴ്സൺ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ടെലി കൗൺസിലിംഗ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും. പ്രൊവൈഡഡ് അവരെ അസിസ്റ്റ് ചെയ്യാൻ, ഇപ്പം അത് യൂസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളവർക്ക് അവരെ അതൊന്ന് അസിസ്റ്റ് ചെയ്ത് വിട്ടാൽ ഐ തിങ്ക് വളരെ പോസിറ്റീവായിട്ട് അവർക്കതിനെ യൂട്ടിലൈസ് ചെയ്യാം. ആ ഒരു ടെലി കൗൺസിലിംഗ് അങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. പ്രായമായവർ മെജോറിറ്റി നോക്കിയാൽ കാണാം നമ്മൾ അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അവരുടെ സ്പൗസിൻ്റെ ഒപ്പം ആയിരിക്കും ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയും അവർ പിന്നെ വീണ്ടും ഒറ്റപ്പെടും. അപ്പോൾ ഇത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും? പ്രായമായവർക്ക് ഉറപ്പായിട്ടും അവരുടെ സ്പൗസ് കടന്നു പോകുന്നതിനോട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ഈ പ്രായമായവർ ഓൾറെഡി അവർ ഐസൊലേറ്റഡ് ആണ്, ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരു കാറ്റഗറിയും കൂടെ ആയതുകൊണ്ട് അവരുടെ ആ സ്പൗസ് പോകുന്നതിനോടൊപ്പം ആ ലോൺലിനെസ്സിൻ്റെ ആ ഒരു ഡെപ്ത് വീണ്ടും കൂടുകയാണ്, വീണ്ടും ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് കൂടുകയാണ്. ആ ഒരു ഇമോഷനെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരത് കോപ്പ് ചെയ്യാനുള്ള കോപ്പിംഗ് മെക്കാനിസംസ്, അതായത് ബാക്കി ഫാമിലി മെമ്പേഴ്സുമായിട്ട് കൂടുതൽ കണക്ഷൻ, ബാക്കി ഫാമിലിയിലുള്ളവർ കുറേയും കൂടെ സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനും ആ ഒരു ലോൺലിനെസ്സിനെ ബ്രിഡ്ജ് ചെയ്യാനുള്ളൊരു ഇത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സൊക്കെ കൂടുതൽ ഇറങ്ങിത്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ അതുപോലെ തന്നെ ഭയങ്കര ഡീപ്പാവും. സോ അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീങ് ആ ഒരു വിയോഗത്തെ തുടർന്ന് കുറച്ച് നാൾ അവർക്കത് കോപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നവരെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
വാർദ്ധക്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ആൾക്കാരുടെ മെജോറിറ്റി വരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർക്കൊന്നും അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ പണ്ട് ചെയ്ത പോലൊന്നും അല്ല, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒത്തിരി മാറി. ആ ഒരു കൺസെപ്റ്റാണ് അധികവും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പ്രായമായവരെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ഒരു എന്താ പറയുക റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ്, സെയിം ആണ്. സോ അവരുടെ എക്സ്പീരിയൻസ്, ഇത്രയും ഒരു ലൈഫ് ജേർണിയും എക്സ്പീരിയൻസും വെച്ച് അവർക്കുണ്ടാവുന്ന ഒരു അറിവും പറഞ്ഞു തരാനുള്ള ഒരു ഇതും വളരെ കൂടുതലാണ്. അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, പ്രായമായവർക്കൊന്നും അറിയില്ല, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെ ടെക്നോളജി വളർന്നതും അങ്ങനെ കുറച്ച് സാങ്കേതികമായ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അറിയാൻ ചാൻസ് കുറവാണെങ്കിലും എനിക്ക് തോന്നുന്നൊരു കോറായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും നമ്മളെ അഡ്വൈസ് ചെയ്യാനും അത് അവർ ജീവിത അനുഭവങ്ങളുള്ളതുകൊണ്ടും പറഞ്ഞു തരാൻ പ്രായമായവർ തന്നെയാണ് ബെസ്റ്റ് എന്ന്. മാമിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രായമായവരുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് ജെൻഡർ ഒരു ഫാക്ടറാണോ? ഉറപ്പായിട്ടും ജെൻഡർ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുമ്പോൾ സ്ത്രീകൾക്ക് അധികവും എനിക്ക് തോന്നുന്നു അവർക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവർ കുറേയും കൂടെ അവർക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണെങ്കിൽ പോലും അതിനുശേഷം ഒരുപാട് ലോൺലിനെസ് അനുഭവപ്പെടാനും എക്കണോമിക് ഡിപ്പെൻഡൻസി, അതായത് ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ ആണെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ളൊരു കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഒന്നും ഇല്ലാതെ അത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ ബാധിക്കാനൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു കെയർ ഗിവിങ്, അതായത് ഭർത്താവിനെ നോക്കാനുള്ള ഒരു ഇമോഷണൽ ലേബർ, കെയർ ഗിവിങ് കൊടുക്കാനുള്ള ആ ഒരു ഇത് കൂടുതലായതുകൊണ്ട് തന്നെ അവർ ഭയങ്കര അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് വളരെ കുറവായിരിക്കും സ്ത്രീകൾക്ക്. പുരുഷന്മാരിൽ എനിക്ക് തോന്നുന്നു പ്രായമുള്ളവരിൽ എനിക്ക് തോന്നുന്നു സൂസൈഡ് റേറ്റ്സ് കൂടുതലാണ്. അവരുടെ മെൻ്റൽ ഹെൽത്തും ഇതുപോലെ തന്നെ രണ്ടും ഉണ്ട്. പക്ഷെ അവർക്ക് ഡിപ്രഷൻ കൂടാനും അതിലെ സൂസൈഡ് റേറ്റ്സ് കൂടാനും ഭയങ്കര ഹൈ ആണെന്ന് കേട്ടിട്ടുണ്ട്. സോ പല ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും ഈ ജെൻഡർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ വെൻ ഇറ്റ് കംസ് ടു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ്. ഇപ്പോൾ ലൈറ്റ് എക്സസൈസസ്, യോഗ അല്ലെങ്കിൽ നടത്തം, ഇതൊക്കെ ഇവരുടെ ലൈഫിനെ എത്രത്തോളം മെച്ചപ്പെടുത്താൻ സാധിക്കും? വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവർക്കൊരു കിട്ടുന്നൊരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനോടൊപ്പം അവർക്ക് ഒരുപാട് സോഷ്യലൈസ് ചെയ്യാൻ കിട്ടുന്നൊരു അവസരം കൂടിയാണ്. അതായത് അവരുടെ അവരുടെ പ്രായത്തിലുള്ളവരുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും അവരുടെ ഒരുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും എന്താ പറയുക ഡിസ്കസ് ചെയ്യാനും കിട്ടുന്ന ഒരു അവസരമാണ്. സോ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഗ്രൂപ്പ്സിൽ ഉറപ്പായിട്ടും ഇൻവോൾവ് ആവുന്ന അവരൊരു ലൈഫ് സ്റ്റൈലിനെ പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും. പ്രായമായവർ പൊതുവേ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കുന്ന കൂട്ടരാണ്. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഇങ്ങനെ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെ ഇവരെ സഹായിക്കാൻ പറ്റുമായിരിക്കും? ഈ പ്രായമായവർ ഒരിക്കൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത്, അതായത് വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് വന്നിരുന്നവർ, അവർക്ക് തന്നെ സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് പ്രായമായി അവർക്ക് ഹെൽപ്പ് ആവശ്യമാണെന്ന് ഉള്ളൊരു ഫീലിംഗ്. എൻ്റെ അച്ഛൻ്റെ കേസ് എടുത്താലും റോഡ് ക്രോസ് ചെയ്യും നടക്കാൻ പ്രയാസമുണ്ട്. ഇപ്പം പാർക്കിൻസൺസ് ഒക്കെ ഉണ്ട്, ഡിമെൻഷ്യയോട് പാർക്കിൻസൺസും ഉണ്ട്. അപ്പം നടക്കുന്ന വളരെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് വെച്ചാണ്. അപ്പോൾ ഞാൻ കയ്യിൽ കയറി പിടിക്കും റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അപ്പം കൈ പിടിക്കണ്ടെന്ന് പറയും. അപ്പം ഹെൽപ്പ് സീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ആരെങ്കിലും അവരെ ചെയ്യുന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും അവരുടെ ഫാമിലി മെമ്പേഴ്സിന് അവരെ ആ ഒരു എന്താ പറയുക ഒരു ഹെൽപ്പ്, അതായത് അതൊരു വലിയൊരു മോശമായ കാര്യമല്ല, വളരെ നാച്ചുറലായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് ഒരു മോശമായ ഫീലിംഗ് കൊടുക്കാതെ അവരെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാമിലി മെമ്പേഴ്സ് നോക്കിയാൽ അവർക്കും അതൊരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം. ഞാനപ്പം അച്ഛനെ വളരെ നാച്ചുറലായിട്ട് എല്ലാ കുഴപ്പമില്ല അച്ഛൻ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ഇങ്ങനെ വളരെ അതിനെ ഒരു വലിയൊരു ടാസ്ക്കായിട്ടൊന്നും കാണാതെ, അതായത് അവർക്കൊരു അപകർഷതാബോധം കൂടാത്ത രീതിയിൽ, കാരണം വൺസ് അവർ എല്ലാം നേടി അല്ലെ എല്ലാത്തിൻ്റെയും മുകളിലിരുന്ന വ്യക്തികളാണ്. അപ്പം അവർക്ക് ആ ഒരു ഉണ്ടാവും ഡെഫിനറ്റ്ലി ഒരു ഹെൽപ്പ് സീക്കാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ ദാറ്റ് ഈസ് വെരി നാച്ചുറൽ. അവരെ ആ രീതിയിൽ കണ്ട് അവരെ ഹെൽപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ആൾക്കാർ തിരിയുക, അല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ സ്ക്രീനിലേക്ക് തന്നെ ഒതുങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം 4 പേരുണ്ടെങ്കിൽ 4 പേരും ഫോണിലായിരിക്കും. അപ്പോൾ ഇത് അവർക്ക് ഈ പ്രായമായവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ലിസണർ കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് ഇവരുടെ മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്?
ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്ക്രീനുകളിലേക്ക് ഒരു വീടിൻ്റെ ഒരു റൂഫിൻ്റെ അടിയിൽ തന്നെ ഇരിക്കുന്ന 4 വ്യക്തികളുണ്ടെങ്കിൽ 4 പേർക്കും ഫോൺസ് ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കും ഇങ്ങോട്ടും ഒന്ന് പരസ്പരം മുഖത്തോട്ട് നോക്കി സംസാരിക്കാനോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനോ ഉള്ളൊരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിൽ പ്രായമായവർ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതവരെ വല്ലാതെ ബാധിക്കും. അപ്പം ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ അല്ലെ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രായമായവരെ ഇൻവോൾവ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പം ഇത് കണ്ടോ അച്ഛാ അല്ലെ ഇത് കണ്ടോ അമ്മേ ഇങ്ങനൊരു കാര്യം കാണാം എന്ന് പറഞ്ഞാൽ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട്, അതായത് തമ്മി മാത്രം അയക്കാതെ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്ത് അതാവുമ്പോൾ അത് കുറേയും കൂടെ അവരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളൊരു ഫീലിംഗ് അവരെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. സോ അത് ഒറ്റപ്പെടലാകാതെ അവരെയും കൂടെ ഇൻവോൾവ് ആക്കാനുള്ളൊരു ഇത് വേണം. ഇപ്പം മാമിൻ്റെ ഈ പ്രേരണ ബൈ താര പോലെ ഇതുപോലെ ഇനി പുതിയ ആൾക്കാർ ഇതിലേക്ക് വരും. അപ്പോൾ അവർക്ക് മാമിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നമ്മുടെ യങ്ങർ ജനറേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ഓക്യുപ്പേഷൻ ഒരുപാട് പേര് പുറത്തോട്ട് ബെറ്റർ പ്രോസ്പെക്ട്സ് നോക്കി പോകുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ചുരുക്കം ആൾക്കാരാണ് ഇങ്ങനെ ഒരു സർവീസ് സെക്ടറിലേക്ക് അല്ലെ പ്രായമായവരെ നോക്കാനും അസിസ്റ്റ് ചെയ്യാനും ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ കൂടുതൽ ആളുകൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ നീഡ് ഭയങ്കര ഹൈ ആണ്. അതാണ് ഇപ്പം പ്രായമായവർ ഒരുപാട് നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ നീഡ് ഭയങ്കര ആയതുകൊണ്ട് ഡിമാൻഡും അത്രയും തന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സ് വർക്ക് ചെയ്യാനുള്ളതും വളരെ ജെന്യൂനായിട്ട് നമ്മുടെ പ്രായമായവർക്ക് ഇതൊരു മോണിറ്ററി ബെനിഫിറ്റ് അല്ല, ഇതിൻ്റെ പുറകിൽ അതിൻ്റെ ഒരു സർവീസ് മൈൻഡുള്ള നല്ല യങ്സ്റ്റേഴ്സ് വരണം. അതിൻ്റെ നീഡ് ഭയങ്കര ഹൈ ആണ് ഇപ്പോൾ. അപ്പോൾ മാം ഒരുപാട് ആൾക്കാരുമായിട്ട് ഈ പ്രായമായവരായിട്ട് ഒരുപാട് മാം ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ മാമിന് ഓർത്ത് വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എന്തായിരിക്കും പറയുക? മനസ്സിലായി. ഞാൻ ഒരു പെർട്ടിക്കുലർ ഫാമിലിയായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയിൽ എന്നെ വളരെ ടച്ച് ചെയ്തൊരു കാര്യം, ഇപ്പോൾ സ്ഥിരം എന്നും രാവിലെ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുന്നു, അവർക്ക് നോർമലായിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ സഹായിക്കും, നടക്കും, ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പോകുന്നതിന് തൊട്ടുമ്പായിട്ട് അമ്മ പറഞ്ഞു, മോൻ എപ്പോഴെങ്കിലും ഈ വീട്ടിൽ വന്നിട്ട് ബെല്ലടിക്കുമ്പോൾ ഞങ്ങൾ കതക് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ കീ അപ്പുറത്തെ വീട്ടിലുണ്ട്, അത് യൂസ് ചെയ്ത് ഡോർ തുറക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് അവരുടെ ഒരു നിസ്സഹായത, അവരുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ച് നാളെ അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ചാവി ഏൽപ്പിച്ചിട്ടുണ്ട്, അവിടുന്ന് മോനെ തുറന്ന് എടുക്കണമെന്ന് പറഞ്ഞതാണ് എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത്രയും വിലയേറിയ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് നമ്മളുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഹെൽത്ത് പ്ലസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു ഗസ്റ്റുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം.